ശരു, ഞാൻ ഇന്നലെ എൻ്റെ അപ്പൂപ്പനെ സ്വപ്നം കണ്ടു. അപ്പൂപ്പൻ കടലിലൂടെ പോകുന്നു. ഏ അതെന്തോ സ്വപ്നത്തിലെ അപ്പൂപ്പൻ മീനായിരുന്നോ? അല്ലടോ, ഒരു തടിയിൽ കയറി തുഴഞ്ഞു പോയതാ. അതിനിടെ ഒരു ദ്വീപിലെത്തി. പക്ഷെ തടി ഒഴുകിപ്പോയി. ഏ എന്നിട്ട് തടിയില്ലാത്ത അപ്പൂപ്പൻ എന്തു ചെയ്തു? ചുവന്ന ഒരു ഇലയിൽ കറുത്ത പെയിന്റ് കൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് എഴുതി. ഏ കറുത്ത പെയിന്റ് എവിടുന്ന് കിട്ടി? സ്വപ്ന അല്ലേ, അതൊക്കെ കിട്ടും. ആ എഴുതിയിട്ട് ഒരു മഞ്ഞപാത്രത്തിൽ അടച്ച് കടലിൽ എറിഞ്ഞു. ഏ അതെന്തിനാ? താൻ കേൾക്കടോ, കടല് വഴി പോയ വേറൊരു കുറുക്കനാ പാത്രം കിട്ടി. സന്ദേശം വായിച്ച് അങ്ങേര് വന്ന് അപ്പൂപ്പനെ രക്ഷിച്ചു. അതാണ് സ്വപ്നം. ഓ, സ്വപ്നത്തിലായതുകൊണ്ട് ഇതൊക്കെ നടന്നു. സ്വപ്നത്തിൽ മാത്രമല്ലടോ, പണ്ടൊക്കെ പലരും ഇതുപോലെ മെസ്സേജ് അയക്കാറുണ്ട്. എഴുതി പാത്രത്തിൽ അടച്ച് കടലിലിടും. അത് കിട്ടുന്നവർ വന്ന് രക്ഷിക്കും. അത് സൂപ്പർ. പക്ഷേ ഇവിടെ ചുവന്ന ഇല ഇല്ലല്ലോ, മഞ്ഞ പാത്രവും ഇല്ല. ഇല ചുവന്നത് തന്നെ വേണമെന്നില്ല, പാത്രവും ഏതെങ്കിലും മതി. വെള്ളം കേറരുതെന്ന് മാത്രം. അത് മാത്രം പോരല്ലോ, കറുത്ത പെയിന്റ് വേണ്ടേ? അതിപ്പോ കരിക്കട്ടയോ കറുത്ത കായയോ ഒക്കെ മതി. എന്താ താൻ ആലോചിച്ചത്? താൻ എങ്ങോട്ടാ? ഇപ്പൊ വരാം. എന്റെ അപ്പൂപ്പനൊരു മെസ്സേജ് എഴുതി പാത്രത്തിലാക്കി ഇട്ടിട്ടുണ്ട്. ചുവന്ന ഇല ഇല്ലാത്തത് കൊണ്ട് പച്ച ഇലയിൽ എഴുതി, ചായമില്ലാത്തത് കൊണ്ട് കരി കൊണ്ട് എഴുതി, പിന്നെ കടലില്ലാത്തത് കൊണ്ട് അപ്പുറത്തെ കുളത്തിലിട്ടത്. എന്തിനാ കരയുന്നത് ശരു? എന്നെ പേടിപ്പിച്ചു. നടന്ന വാങ്ങമ്മ എന്റെ പിന്നിലേക്ക് പെട്ടെന്ന് ചാടി ടോ എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടി തിരിഞ്ഞു. അതുപോലെ നീയും ചെതുമ്പനെ പേടിപ്പിച്ചാൽ പോലെ. പേടിപ്പിച്ചിട്ട് വാ. ചെതുമ്പൻ പേടിച്ചില്ല. അതെന്താ? ചെതുമ്പൻ ഉറക്കമായിരുന്നു. ഞാൻ പിന്നിലേക്ക് ചാടിയപ്പോ അവൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ തോണ്ടി വിളിച്ചിട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞെട്ടിയില്ല. എന്തോടാ മുഖത്തൊരു വിഷമം? അമ്മാവന്റെ മോൻ വന്നിട്ടുണ്ട്. ഏതോ അമ്മാവന്റെ മോൻ? ഏതോ അമ്മാവന്റെ ഏതോ മോൻ. അവൻ എന്റെ പ്രായമാ. ഞങ്ങള് പണ്ടത്തെ കളിക്കൂട്ടുകാരാ. ഓ, അപ്പൊ തന്റെ കൂടെ കളിക്കാൻ വന്നതാണോ? അല്ലടോ, ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ എന്ത് ചിന്തിച്ചാലും അവനും അത് തന്നെ ചിന്തിക്കും. അതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്ന് കാണിച്ചു തരാം. താൻ വാ. കാണുന്നില്ലല്ലോ. ആവും പോയെന്ന് തോന്നുന്നു. ആശ്വാസമായി. നല്ല വിശപ്പ്. അകത്തിരിക്കുന്ന ഇറച്ചി എടുത്തു തിന്നാം. നല്ല വിശപ്പ്. അകത്തിരുന്ന് ഇറച്ചി എടുത്ത് തിന്നാമെന്ന് കരുതി. ഇതല്ലേ താനും ഇപ്പൊ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചിന്തിച്ചത് അവനും ചിന്തിച്ചു. എന്നാ പിന്നെ കുറച്ച് വെള്ളം കുടിക്കാം. അതും നാ കുടിച്ചോ? ആ കല്ലിൽ തല വെച്ച് റെസ്റ്റ് ചെയ്യാൻ നല്ല കാറ്റ് കിട്ടും. എടോ, ഇതിന് സഹിക്കാൻ പറ്റില്ല. ഞാൻ പോകുന്നു. എങ്ങോട്ടാ? ഉളുക്കൻ പാറയുടെ പിന്നിലെ കുഴിയിൽ ഒളിച്ചിരിക്കാൻ പോകുന്നു. വൈകുന്നേരം ഇവൻ പോകും. അന്നേരം താൻ വന്നൊരു വള്ളിയിട്ട് എന്നെ വലിച്ചു കയറ്റണം. വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കാം. എന്താണെന്നറിയില്ല, ഇതിനകത്ത് വന്ന് ഇരിക്കാൻ തോന്നി. വൈകുന്നേരം ആരെങ്കിലും വിളിച്ച് കയറി പോകാമെന്ന് കരുതി.